എന്തൊക്കെയുണ്ട് വിശേഷം? നിനക്ക് സുഖമല്ലേ? അതെ അമ്മച്ചി, സുഖം തന്നെ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും എത്തിയോ ക്രിസ്മസിന്? അതെ, എല്ലാരും എത്തി. നീ വരത്തില്ലേ? ഞാൻ വരാതിരിക്കുമോ അമ്മച്ചി? ക്രിസ്മസ് അല്ലേ. എടി പിള്ളേരെ, എന്റെ മോള് വരുന്നുണ്ട്. ഓ, അതിന് ഞങ്ങൾ എന്തോ വേണം? പടക്കം പൊട്ടിക്കണോ അമ്മച്ചി? വേണ്ടടി, പടക്കത്തിൽ നിൽക്കില്ല. നമുക്ക് ബോംബ് പൊട്ടിക്കാം. അവൾക്ക് വേണ്ടി ഞാൻ ഒരെണ്ണം കരുതി വെച്ചിട്ടുണ്ട്. അവൾ അതിലും വലിയ ബോംബ് കൊണ്ടായിരിക്കും വരുന്നത്. അത് വെറുതെയാ, അതിവിടെ പൊട്ടില്ല. പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അമ്മച്ചി. ദയവ് ചെയ്ത് ആരും വഴക്കും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കരുത്. അവൾ വല്ലപ്പോഴും അല്ലേ വരുന്നത്. അവൾക്ക് ഒരു കുറവും വരുത്തരുത്. അല്ല, അവൾക്ക് എന്താ കുറവ്? ആ, അതൊക്കെ പോട്ടെ. നിങ്ങൾ എല്ലാവരും രാത്രി കുർബാനയ്ക്ക് വരുന്നുണ്ടല്ലോ അല്ലേ? എന്തിനാ അമ്മച്ചി പാതിരാത്രിക്ക് പോണേ? എനിക്ക് ഉറക്കം വരും. പാതിരാത്രി വരെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. പള്ളിയിൽ പോകാൻ വയ്യ. ഞാൻ വരുന്നില്ല. പള്ളി പണ്ടേ എനിക്ക് അലർജി ആണെന്ന് അറിയാലോ. ഓ, ഞാൻ കഴിഞ്ഞ മാസം കൂടി പള്ളിയിൽ പോയതാ. നീ ആഴ്ച ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ടല്ലോ. അതുപോലാണോ അമ്മച്ചി പള്ളി പോകുന്നത്? ഞാൻ വേണമെങ്കിൽ അമ്മച്ചിക്ക് കൂട്ടിന് വരാം. എനിക്ക് ആരും കൂട്ടിന് വേണ്ട. കൂട്ടിന് ദൈവമുണ്ട്. അമ്മച്ചി പണ്ട് ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് എങ്ങനെയാ, ഒന്ന് പറയാവോ? ഒരു പിള്ളേരെ, ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പ്രകൃതി പോലും ഒരുങ്ങും. ആ, അങ്ങനെയുമുണ്ടോ? ഉണ്ടല്ലോ. ഇന്നത്തെ പോലെയല്ല. ഉച്ച കഴിഞ്ഞാൽ പിന്നെ വെയില് കുറവാ, മഞ്ഞും തണുപ്പുമോ, എങ്ങും ശാന്തത. 1-ാം തീയതി ആയാൽ എല്ലാ വീടിന്റെ മുറ്റത്തും ഈറയോ മുളയോ വെച്ചുണ്ടാക്കിയ നക്ഷത്രവും വിളക്കും, അതിൽ പലതരത്തിലുള്ള വർണ്ണക്കടലാസ് ഒട്ടിച്ച് അത് ചിരട്ടയിൽ മെഴുകുതിരി കത്തിച്ച് മുറ്റത്തെവിടെയെങ്കിലും മരത്തിൽ തൂക്കും. പിന്നെ പുൽക്കൂടുണ്ട്. കാക്കണമ്പുല്ല് വെട്ടിക്കൊണ്ടുവരും. അത് ചെറുതായി ചൊറിയും, എന്നാലും സാരമില്ല. പുൽക്കൂടിന്റെ പണി കഴിഞ്ഞ് കഞ്ഞിയും പുഴുക്കും കഴിച്ചു കഴിഞ്ഞ് നിന്റെ കട്ടിയനുണ്ടല്ലോടി, കടയിൽ പോയി ബൾബ് വാങ്ങിച്ചിട്ട് അതിൽ പലതരത്തിലുള്ള കളർ പേപ്പർ ഒട്ടിച്ച് വരാന്തയിലെല്ലാം തൂക്കും. 1 മാസത്തേക്ക് എവിടെ നോക്കിയാലും കളർ വിളക്കുകളാണ്. ഉച്ച കഴിഞ്ഞ് എനിക്ക് തിരക്കാം. പിള്ളേരുടെ ഒപ്പൻ ഇറച്ചിയും കൊണ്ടുവരും. അത് വെക്കണം. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി പള്ളിയിൽ പോകും. അതെങ്ങനെയാ പോകുന്നത്? 5-6 വീട്ടുകാര് ചേർന്ന് ചൂട്ടും കത്തിച്ചാണ് പോകുന്നത്. ആണോ അമ്മച്ചി? എന്ത് രസമായിരിക്കും അല്ലേ? ആ, അത് ഒരു കാലം. ഇനി നിങ്ങളുടെ ക്രിസ്മസ് എങ്ങനാ? അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. എന്റെ ചെറുപ്പത്തിലെ ക്രിസ്മസിനെ പറ്റിയാണോ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ക്രിസ്മസാ. എവിടെ തിരിഞ്ഞാലും ക്രിസ്മസാ. ഈ ക്രിസ്മസിനെ കുറിച്ച് കേട്ടപ്പം വീട്ടിലിരിക്കുന്ന ആ ക്രിസ്മസിനെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. എടി, അതമ്മച്ചി, ഒന്നാന്തരം വെട്ടിറച്ചിയും വൈനും കിട്ടും. ആ, കേക്കും കിട്ടും. എന്തു പറഞ്ഞാലും തീറ്റക്കാരും. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ അപ്പൻ അടിച്ചിട്ട് വന്ന് മുട്ടൻ ഇടിയടിക്കുന്നതാണോ അമ്മച്ചി ഉദ്ദേശിച്ചത്? അതൊന്നും അല്ല തന്നെ. മഞ്ഞ് പെയ്യുന്ന രാവിലെ കരോളിന് പോകുന്നു, പുൽക്കൂടൊരുക്കുന്നു, രാത്രി പള്ളിയിൽ പോകുന്നു, യേശുവിന്റെ ജന്മം ആഘോഷിക്കുന്നു. അല്ലേ അമ്മച്ചി? അവൾക്ക് അത്രയെങ്കിലും അറിയാം. നിങ്ങൾക്കോ? ഒരു കാര്യം ചോദിക്കട്ടെ, ക്രിസ്മസിന് കേക്ക് വാങ്ങിക്കുമ്പോൾ വയസ്സ് എഴുതണ്ടേ? വേണ്ടേ? എഴുതണ്ട, വിട്ടേരെ. ഭാഗ്യം യേശുവിനെ ചേട്ടാനുജന്മം ഇല്ലാതെ പോയത്. ആര് പറഞ്ഞില്ലെന്ന്? ഉണ്ടല്ലോ, യോഹന്നാൻ. എടി, അത് മറിയത്തിന്റെ ബന്ധത്തിലുള്ള പുള്ളിയാ, സ്വന്തമല്ല. അല്ലേ അമ്മച്ചി? പെങ്ങന്മാരും ഇല്ലാതെ പോയത് നന്നായി, അല്ലയോ? നിനക്കൊക്കെ പള്ളിയെ കുറിച്ചോ ബൈബിളിനെ കുറിച്ചോ ക്രിസ്മസിനെ കുറിച്ചോ ഒന്നും അറിയില്ല. ഒരു കഥ ഒന്ന് കേൾക്കട്ടെ. അമ്മച്ചി, എനിക്കറിയാം, പാടട്ടെ. പഞ്ചായത്തിന് കല വരുന്നത് എനിക്ക് പള്ളിയിൽ പോകുന്നത് പള്ളിയിലച്ഛന് ആദ്യമായി കാണുന്ന ദൈവമേ, മതി, കേൾപ്പോ. അമ്മച്ചി, അത് ശരിയായില്ല. അവൾക്ക് അവസരം കൊടുത്ത സ്ഥിതിക്ക് എനിക്കും വേണം. നാളെ ഞാൻ ആരായെങ്കിലോ? ആ, പാട്. നല്ലൊരു പാട്ട് പാടും. ഇന്നാ പിടിച്ചോ.
എന്റെ കർത്താവേ, നീ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? ആ മതി മതി, പോയി വല്ലതും വെക്കാൻ നോക്കും. നമ്മളെല്ലാരും കൂടി ഈ ക്രിസ്മസിന് വന്നത് എന്തിനാണെന്നറിയാലോ? അമ്മച്ചിയുടെ കാര്യത്തിൽ എല്ലാരും കൂടി ഒരു തീരുമാനം എടുക്കണം. അപ്പൊ ചേച്ചിയോ? അദ്ദേഹം പറഞ്ഞത് അമ്മച്ചിയെ ഏറ്റുപിടിച്ചോണ്ട് വരില്ലെന്നാ. അവരെ ആരെയും ഏൽപ്പിക്കാൻ തന്നെയല്ല. അവര് ചോദിച്ചപ്പോ തന്നില്ല. ഇനി കൂടുതൽ കിട്ടാൻ സാധ്യത കൊണ്ടുപോകട്ടെ. ശ്രീനയുടെ കൂടെ പോട്ടെ അമ്മച്ചി. ഇല്ല ഇല്ല, ഓ എന്റെ പിള്ളേരുമായിട്ട് അമ്മച്ചി ചേരത്തില്ല. അതൊക്കെ നീ ഒന്ന് നോക്കടി. എനിക്കൊട്ടും പറ്റില്ല. ഞങ്ങളുടെ ഫ്ലാറ്റ് 10ാം നിലയിലാ. എമർജൻസി വന്നാൽ പണിയാവും. എന്നാ റേറ്റിലേക്കുണ്ടോ? ഓ, അമ്മച്ചിയുടെ എണ്ണയ്ക്കും കുഴമ്പിനും വല്ലാത്ത മണമാണ്. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാരും കൂടി കാശ് മുടക്കിയാൽ മതി. ഓൾഡ് ഏജ് ഹോമിൽ വിടാം. ശരിയാ. അപ്പൊ അമ്മച്ചിയെ കൺവിൻസ് ചെയ്യണം. ടൂറിന് പോകാനെന്ന് പറയാം. ആ ഓക്കെ ഓക്കെ, നല്ല ഐഡിയ. അമ്മച്ചിക്ക് ക്രിസ്മസിന് സിനിമയ്ക്ക് പോകണോ അതോ ടൂറിന് പോകണോ? ശരിയാ മക്കളെ, ഞാനേ എന്നെ നല്ല പ്രായത്തിൽ എങ്ങും പോയിട്ടില്ല. വീടും മക്കളും ഭർത്താവുമായി കഴിഞ്ഞു. മക്കളെ വളർത്തുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടൂർ പോകാം. എന്താ മക്കളെ, എല്ലാരും ഒരുങ്ങിക്കോ. ആദ്യം ഒരു സിനിമയ്ക്ക് പോകാം, പിന്നെ നല്ലൊരു ഹോട്ടലിൽ കയറി അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കാം, പിന്നെ കുറച്ച് ഡ്രസ്സും എടുത്തു കൊടുക്കാം. അമ്മച്ചിക്ക് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ആകാശപ്പൂമുടി ചൂടി മുയിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. മക്കളെ, ഇവിടാണോ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നത്? നല്ല കാര്യം. ആരും ഇല്ലാത്തവർക്കൊപ്പം കുറച്ചു നേരമെങ്കിലും അവരും സന്തോഷിക്കട്ടെ. നോക്കടി, ഇവരെല്ലാരും എന്റെ പ്രായക്കാരാണല്ലോ. പാവം, ഇവരെ എല്ലാം മക്കള് കളഞ്ഞിട്ട് പോയതായിരിക്കും അല്ലേ? അമ്മച്ചി ഒന്നും വിചാരിക്കരുത്. ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നതല്ല ഇവിടെ. അമ്മച്ചി ഇവിടെ നിർത്താൻ വന്നതാ. മക്കളെ, ഞങ്ങൾ എന്തിനിങ്ങനെ ചെയ്തു? ഞങ്ങൾക്കൊക്കെ തിരക്കല്ലേ അമ്മച്ചി. അതിന്റെ കൂടെ അമ്മച്ചിയെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. അമ്മച്ചി ഞങ്ങളെ മനസ്സിലാക്കണം. അമ്മച്ചി എവിടാ? സന്ധ്യയായിട്ട് വീട് അടഞ്ഞു കിടക്കുന്നല്ലോ. നിങ്ങളെല്ലാവരും കൂടി എവിടെ പോയി? മോളെ, ഞാൻ അവിടെ ഇല്ലേ. എന്നെ അവൻ വൃദ്ധസദനത്തിലാക്കി. വൃദ്ധസദനത്തിലോ? ഈശോയെ, എല്ലാം എഴുതി കൊടുത്തോ? അമ്മച്ചി എവിടാന്ന് പറ, ഞാനിപ്പോ വരാം. മകളെ പാതിമലരെ നീ മനസ്സിലെന്നെ അറിയുന്നു. 5 മക്കളുള്ള അമ്മച്ചിക്ക് ഇതാ ഗതിയെങ്കിൽ 1 or 2 ഉള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? മക്കളെ, നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ. അവര് വൃദ്ധസദനത്തിലേക്കുള്ള വഴി അറിയാതിരിക്കട്ടെ. അമ്മച്ചി ഞങ്ങളെ ശപിക്കല്ലേ. അതൊക്കെ ഞങ്ങളുടെ സാഹചര്യമല്ലേ. എന്ത് സാഹചര്യം? നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ എന്നോട് ചോദിച്ചോ? 10 മക്കളെ നോക്കാൻ ഒരമ്മയ്ക്ക് പറ്റും, ഒരമ്മയെ നോക്കാൻ 10 മക്കൾക്ക് പറ്റില്ല. നിങ്ങളും ഈ വഴി ഓർത്തു വെച്ചോ. നാളെ ഒരു കാലത്ത് നിങ്ങളും ഇതുവഴി വരേണ്ടി വരും. വാളെടുത്തവൻ വാളാൻ. അമ്മച്ചി എന്റെ കൂടെ പോര്, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം.
നീ എന്റെ സ്വത്ത് ആഗ്രഹിച്ചല്ലയോ വന്നത്? നിങ്ങൾ സന്തോഷത്തോടെ പോയി ജീവിച്ചോ, ഞാൻ ഇവരോടൊപ്പം കഴിഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞു സാഹചര്യം കൊണ്ടാണ്. എന്ത് സാഹചര്യം? എനിക്ക് 4 ആണിനെയും 1 പെണ്ണിനെയും ദൈവം തന്നു. വയസ്സാകാലത്ത് മക്കൾ നോക്കുമെന്ന് പ്രതീക്ഷിച്ച് എന്റെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും കൊടുത്ത് ഞാൻ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു. നിന്റെ മക്കളാണോ എന്നെ വൃദ്ധസുഖത്തിലാക്കാൻ നിങ്ങളെ ഏർപ്പാടാക്കിയത്? അവര് തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഇല്ലാത്തവരാ. ഒരാൾക്കൊരു അസുഖം വന്നാൽ എല്ലാവർക്കും വരും. ആ സമയത്തൊരു സഹായമില്ലാതെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഉണ്ണാതെയും ഉറങ്ങാതെയും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കയ്യും മെയ്യും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു. നിങ്ങളുടെ അപ്പൻ എന്നെ വിട്ടുപോയ സാഹചര്യത്തിലും എല്ലാ പ്രതിസന്ധികളെയും പോരാടി തോൽപ്പിച്ചു. ഞാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ജോലിയായി, വിവാഹമായി. എന്റെ എല്ലാ കഷ്ടപ്പാടും മാറിയെന്ന് കരുതി. എല്ലാരും കൂടി എന്നെ നല്ലപോലെ സംരക്ഷിക്കുമെന്ന് കരുതി. ദൈവമേ, എന്റെ കഷ്ടപ്പാടും ത്യാഗവും വേദനയും പാഴായി പോയല്ലോ. അമ്മച്ചിക്ക് എല്ലാവരോടും ക്ഷമിച്ചുകൂടെ? സാരമില്ല മക്കളെ, അമ്മച്ചിക്ക് സന്തോഷമായി. നിങ്ങൾക്ക് ദൈവം നിലയും വിലയും തന്നപ്പം അമ്മച്ചി ഒരു ബാധ്യതയായി. നിങ്ങളുടെ തരക്കാട് മുമ്പിൽ കാണിക്കാൻ കൊള്ളില്ല അമ്മച്ചിയെ, അല്ലേ? എന്നെ ഓർത്ത് നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. ഞാൻ എനിക്കുള്ള എല്ലാ സ്വത്തുകളും ഈ വൃദ്ധസദനത്തിന് എഴുതി കൊടുത്ത് ഇവിടെ തന്നെ നിന്നോളാം. ഇനി എന്റെ മരണം വരെയോ എന്നെ തിരക്കി ആരും വരരുത്.